1200 കോടി രൂപയുടെ വികസന പദ്ധതികൾ മണിപ്പൂരിനെ സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും മണിപ്പൂരിൽ വികസനത്തിന്റെ കാലഘട്ടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 മുമ്പ് മണിപ്പൂരിന്റെ വികസന നിരക്ക് 1% താഴെയായിരുന്നു. ഇപ്പോൾ മണിപ്പൂർ മുമ്പത്തേക്കാൾ പല മടങ്ങ് വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മണിപ്പൂരിൽ ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ഇരകളായവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികയാണ്. ജിഷ്ണു, മണിപ്പൂരിൽ ഉജ്ജ്വലമായ സ്വീകരണം തന്നെയാണ് ജനനായകന് ജനത ഒന്നാകെ നൽകിയത്. മണിപ്പൂരിന്റെ സമഗ്ര വികസനത്തിനായി നിരവധി പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിക്കുകയുണ്ടായി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്? കെ.പി. മണിപ്പൂരിൽ ഊഷ്മള വരവേൽപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂരിൽ ലഭിക്കുന്നു. അവിടെ 1200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഇംഫാലിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. അതിന് തുടക്കം കുറിക്കുകയുണ്ടായി. അതിന് മുൻപ് മണിപ്പൂരിൽ മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷത്തിൽ അതിന് ഇരകളായവർ അവിടുത്തെ പ്രദേശവാസികളുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. അവരുടെ നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. കൂടാതെ ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മണിപ്പൂരിൽ മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ നടപടികളും ഒപ്പം ഗവർണറുടെ നേതൃത്വത്തിൽ സമാധാന സമിതിയും രൂപീകരിച്ചുകൊണ്ട് മണിപ്പൂരിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമെല്ലാമായി നിരവധി വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുതന്നെയായിരുന്നു. മണിപ്പൂരിൻ്റെ വികസനത്തിന് ഭാരതത്തിൻ്റെ സർക്കാർ, കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ നിരവധി വികസന പദ്ധതികൾ എത്തിക്കാൻ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. 2014 മുൻപ് 1% മാത്രമായിരുന്നു മണിപ്പൂരിൻ്റെ വികസന നിരക്ക്. എന്നാൽ ഇപ്പോൾ 10 മടങ്ങ് വേഗതയിൽ മണിപ്പൂർ മുൻപോട്ട് പോവുകയാണ്. മണിപ്പൂർ മാത്രമല്ല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള വികസനം എത്തിക്കാനും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം വിപുലീകരിക്കാനും സാധിച്ചു എന്നുള്ളത് കൂടിയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മണിപ്പൂരിൽ റോഡുകളുടെ നിർമ്മാണം കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും വേഗത 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വടക്കുകിഴക്കൻ മേഖലയെ ഭാരതത്തിൽ മറ്റേതൊരു മേഖലയും പോലെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നിലവിലെ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. നേരത്തെ നമുക്കറിയാം, മണിപ്പൂരാണെങ്കിലും അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ അവർ മനസ്സുകൊണ്ടുപോലും അവിടുത്തെ ജനങ്ങൾ പോലും ഡൽഹിയിലേക്കോ ഭാരതത്തിൻ്റെ മറ്റേതൊരു പ്രദേശങ്ങളിലേക്കോ വരുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് സംസാരിക്കുന്നു. അതായത് അവർ ഇന്ത്യക്കാരല്ല എന്നൊരു വികാരം അവരുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം എത്തിച്ചുകൊണ്ട് വടക്കുകിഴക്കൻ മേഖലയെ ചേർത്ത് നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിർണായകമായ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ നടത്തിയിട്ടുള്ളത്. മണിപ്പൂരിൽ മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം, അവിടെ അത് മതവിഭാഗങ്ങളുടെ സംഘർഷമാണെന്നും ആ സംഘർഷം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം തന്നെ ഇതിനിടയിൽ നടന്നിരുന്നു. പക്ഷേ സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നു. പല മേഖലകളിലും മെയ്തി കുക്കി വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള സമാധാന ചർച്ചകൾ, ഗവർണറുടെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി നടത്തുന്ന സമാധാന ചർച്ചകൾ ഫലം കാണുന്നു. അതിനിടയിലാണ് രാജ്യത്തിൻ്റെ കരുത്തനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൻ്റെ മണ്ണിലെത്തിയിട്ടുള്ളത്. അദ്ദേഹം 1200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഇംഫാലിൽ നടന്ന പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു. അവിടെ ഈ സംഘർഷത്തിനിരയായവർ പ്രദേശവാസികളുമായും പ്രധാനമന്ത്രി സംസാരിച്ചു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അസ്സാമിലേക്ക് പോകുന്നതാണ്. കെ.പി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.